രാധയും ഋഷിയാണെന്ന് വെച്ചാൽ പരസ്പരം ഭയങ്കര ഈഗോ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കോളേജിലുള്ള അവരുടെ ഫ്രണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ബാധിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയാണ് ഇവരുടെ പ്രശ്നം എങ്ങനെയെങ്കിലും വേഗം തീർക്കണം, ഇവരെ തമ്മിൽ സംസാരിപ്പിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റിനെ പോലെ പ്രൊഫസറെ വിളിച്ചിട്ട് ഇതിനോട് തീരുമാനം എടുക്കാൻ പറയാണ്. ആക്ച്വലി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ലവ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഈഗോ കാരനാണ് സംസാരിക്കാത്തത്. ആ ഒരു പ്രൊഫസർ പറയാണ് ഫൈനൽ എക്സാമിന് ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവരാണ് ജയിച്ചത്, കുറവ് മാർക്ക് വാങ്ങുന്നവര് കൂടുതൽ മാർക്ക് വാങ്ങിയവരോട് സംസാരിക്കണമെന്ന് അവിടെ ഒരു തീരുമാനമാവാണ്. ഇപ്പൊ ഋഷിയുടെയും രാധയുടെയും വീട്ടുകാരാണെന്ന് വെച്ചാൽ അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് വേണ്ടി എല്ലാവരും പോവാണ്. പക്ഷെ ഋഷിയും രാധയും മാത്രം പോകുന്നില്ല, കാരണം അവർക്ക് എക്സാം ആയതുകൊണ്ട്. രാധ അവളുടെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഋഷി എന്തായാലും പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാധ എന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്ന് പഠിക്കുകയാണ്. പക്ഷെ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കും ഋഷി വന്നിട്ട് അവിടെ മ്യൂസിക് എല്ലാം ഭയങ്കര സൗണ്ടിൽ വെച്ച് രാധയെ ഡിസ്റ്റർബ് ചെയ്യാണ്. അതുകൊണ്ട് അവൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമ്മളെ രാധയുടെ ചേട്ടനാണെന്ന് വെച്ചാൽ ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാഷ്ട്രീയത്തിൽ അവന്റെ ശത്രുക്കളൊക്കെ വന്നിട്ട് രാധനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവളുടെ ചേട്ടനോട് പ്രതികാരം തീർക്കാമെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് ഈ ഒരു വില്ലനാന്ന് വെച്ചാൽ രാധയോട് നിനക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ രാധയും ആദ്യം വിളിക്കുന്നത് ഋഷിയാണ്. ഫോൺ വിളിച്ചെങ്കിലും രാധ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷിയാണെന്ന് വെച്ചാൽ വേഗം അവിടേക്ക് വന്നിട്ട് ഈ വില്ലന്മാരോടൊക്കെ തല്ലുണ്ടാക്കി നമ്മുടെ രാധയെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടോടുകൂടി രാധയ്ക്ക് മനസ്സിലാവാണ് ഋഷി തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ രാധ ഋഷിക്ക് ഒരു ഉമ്മ കൊടുക്കാണ്. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ലവ് ചെയ്യാണ്. ഇപ്പൊ അവരുടെ പാരന്റ്സ് പോയ കല്യാണത്തിനാണെന്ന് വെച്ചാൽ മിനിസ്റ്റർ വരുന്നുണ്ട്. രാധയുടെ ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ആയിട്ട് പോയെല്ലാം സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മിനിസ്റ്ററുടെ മകനും രാധയുടെ ചേച്ചിയും തമ്മിലുള്ള കല്യാണം അവർ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. മിനിസ്റ്റർ ആണെന്ന് വെച്ചാൽ തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാധയുടെ വീട്ടിലേക്ക് രാധയുടെ ചേച്ചിനെ പെണ്ണ് കാണാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ രാധയുടെ ചേച്ചി പറയാണ് ഋഷിയുടെ ചേട്ടനെയാണ് രാധയുടെ ചേച്ചി ലവ് ചെയ്യുന്നതെന്ന്. ഈ കല്യാണത്തിന് സമ്മതില്ലാന്ന് ആ മിനിസ്റ്ററുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് അവരെ നാണം കെടുത്തി അവിടെ നിന്ന് വിടാണ്. ഇത് കേട്ട മിനിസ്റ്റർക്കും ദേഷ്യം വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സോറി ചോദിക്കാനായിട്ട് രാധയുടെ ചേട്ടൻ അവിടേക്ക് പോകുമ്പോൾ നിന്റെ വീട് പോലും നിനക്ക് മര്യാദക്ക് നോക്കാൻ പറ്റണില്ല, പിന്നെ നീ ഈ നാടെങ്ങനെ നോക്കാനാ, നിന്നെ ഇലക്ഷന് നിർത്തണമെന്ന് രണ്ടാമതൊന്നും ചിന്തിക്കണം എന്നെല്ലാം പറഞ്ഞ് മിനിസ്റ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതും കൂടി ആയോടുകൂടി രാധയുടെ ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഋഷിയുടെ ചേട്ടനെ രാധയുടെ ചേട്ടൻ പോയി കുറേ തല്ലുന്നുണ്ട്. ഇതറിഞ്ഞ ഋഷിയാണെന്ന് വെച്ചാല് തിരിച്ച് വീട്ടിലേക്ക് വന്ന് എന്റെ ചേട്ടനെ തല്ലാൻ നീ ആയോ എന്ന് ചോദിച്ച് അതിന് ചേട്ടനെ ഇട്ട് തല്ലുന്നുണ്ട്. അങ്ങനെ ഒത്തൊരുമയോടുകൂടി പോയിരുന്ന ആ ഒരു ഫാമിലി ഈ തല്ല് മൂലം രണ്ടാവാണ്. ഈ ഫാമിലി തമ്മിൽ തെറ്റുകൊണ്ട് തന്നെ രാധയും ഋഷിയും പിന്നെ സംസാരിക്കാതാവാണ്.